മത്തങ്ങ മെഴുക്കുപുരട്ടിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മത്തങ്ങ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഏകദേശം 2 കപ്പ് മത്തങ്ങയുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മെഴുക്കുപുരട്ടിയായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ചെറിയുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറിയുള്ളി അരിയുന്നതിന് പകരം ചതച്ചെടുത്താലും മതി. സവോളയും ചേർത്ത് കൊടുക്കാം. എന്നാൽ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നല്ല രുചി കിട്ടുക. ചെറിയുള്ളി നമുക്ക് നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടും. ഉള്ളിയുടെ കളർ ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം കൂടുതൽ ചുവന്ന മുളക് ചതച്ചിട്ടാലും മതി. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മത്തങ്ങ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാത്രം അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് പാത്രം തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മൂടി വെച്ച് വേവിക്കാം. മത്തങ്ങ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, കുഴഞ്ഞു പോകും മത്തങ്ങ. ഈ ഒരു പരുവത്തിലാണ് ഇത് വാങ്ങേണ്ടത്. ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. വളരെ രുചികരമായ മത്തങ്ങ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. സാധാരണ മെഴുക്കുപുരട്ടിയിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വാദാണിത്. എല്ലാവരും എപ്പോഴും മത്തങ്ങ പായസമൊക്കെ എല്ലാം ഉണ്ടാക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഭവം നമുക്ക് മത്തങ്ങ കൊണ്ട് പരീക്ഷിച്ച് നോക്കാം. അതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.